ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് സൂപ്പർ മാർക്കറ്റ് സിമുലേറ്ററിൻ്റെ പാർട്ട് 3 ആണ് ഇടാൻ പോകുന്നത്. പിന്നെ ഇത് കുറേ നാളായി നമ്മൾ ഇതിൻ്റെ പാർട്ടൊക്കെ ഇട്ടിട്ട്. അതിൻ്റെ കാരണം ഗൈസ്, നിങ്ങൾ മാക്സിമം സപ്പോർട്ട് തരണം. നമ്മുടെ വീഡിയോയ്ക്കൊക്കെ 1-2 വ്യൂസും മാത്രമേ ലഭിക്കുന്നുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ നമ്മൾ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോയിട്ടും കാര്യമില്ല. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇനി നല്ല വീഡിയോസ് ഇടുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മളെ കടയുടെ പേര് മാറ്റി SAB സൂപ്പർ മാർക്കറ്റ് എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കച്ചവടവും കാര്യങ്ങളും എല്ലാം ആരംഭിക്കാം. അപ്പോൾ നമുക്ക് നേരെ അകത്തോട്ട് പോകാം. അപ്പോൾ നമുക്ക് കോളയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കട. കഴിഞ്ഞ പാർട്ട് നിങ്ങൾ കണ്ടു കാണും. കടയിൽ അവിടെ നമ്മുടെ ക്യാഷിയർ ഇരിപ്പുണ്ട്. ഓക്കെ, ഈ ചേട്ടന് ഈ സാധനം എടുത്തു കൊടുക്കണം. പൈസ കിട്ടും, അതുകൊണ്ട് എടുത്തു കൊടുക്കാം. എത്ര $41 കിട്ടും, $41.81. ഓക്കെ, നമുക്ക് ഈ ചേട്ടനെ എടുത്തു കൊടുക്കാം. ഓക്കെ, നമ്മുടെ കട ഓപ്പണാണ്. നമുക്ക് ഈ സാധനങ്ങളെല്ലാം എടുത്തു വെക്കാം. എന്ന് വെച്ചാൽ പുള്ളി ഒരു പെട്ടി എടുത്തുകൊണ്ട് നമ്മൾ പോകുന്നു. ഓക്കെ, നമ്മളെ സാധനം ഉണ്ടെന്നാണ് തോന്നുന്നത്. 2 മിൽക്കല്ലേ, മിൽക്ക് എത്ര, 5 മിൽക്കല്ലേ? കറക്റ്റ് 5 എണ്ണം ഉണ്ടോ? 5 എണ്ണം അല്ലേ? ഓ, കറക്റ്റ് 5 എണ്ണം. ഇല്ലെന്നാൽ ഇപ്പോൾ തീർന്നു പോനെ. അപ്പോൾ പുള്ളിക്ക് ഇത് കൊണ്ട് കൊടുത്തേക്കാം. എന്നാ ബ്രോ, കൊണ്ടുപോയിക്കോ. ഓക്കെ, നമ്മൾ 1 ഡെലിവറി ആക്കി. ഇനി ഒന്നുകൂടെ ഡെലിവറി ആക്കിയാലേ നമ്മുടെ പൈസ കിട്ടത്തുള്ളൂ. നമുക്ക് എന്തായാലും ഒന്നുകൂടെ ഡെലിവറി ചെയ്തേക്കാം. ഓക്കെ, ഒരെണ്ണം മതിയല്ലോ പുള്ളിക്ക്, ഒറ്റ ഒരെണ്ണം മതി. ഒറ്റ ഒരെണ്ണം ഡൗട്ടുണ്ട് എന്നതാ നോക്കിയത്. ഓക്കെ, ഒറ്റ ഒരെണ്ണം. അപ്പോൾ നമ്മുടെ ഡേ 10 ആണ് ഇന്ന്. ഈ പാക്കേജ് റിസീവ് ചെയ്തതിന് തുടയ്ക്കാൻ സാധനമൊന്നും ഇല്ലല്ലോ കയ്യിൽ. ഓക്കെ, നമ്മളിപ്പോൾ $1500 കാര്യങ്ങളെല്ലാം ആയിട്ടാണ്. നമ്മളെ കടയൊക്കെ മാക്സിമം ഇമ്പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തായാലും ഇമ്പ്രൂവ് ചെയ്യാം. കടയെല്ലാം നല്ലപോലെ മാറ്റണം. നമുക്ക് വലിയൊരു സൂപ്പർ മാർക്കറ്റ് ആക്കണം. നമ്മുടെ ഈ ബിൽഡിങ് ഫുള്ള് ഒരു സൂപ്പർ മാർക്കറ്റ് ആക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നമുക്ക് പ്രോഫിറ്റ് അടിച്ചിട്ടുണ്ട് $150. പ്രോഫിറ്റ് അല്ല, റിവാർഡ്. ഓക്കെ, പിന്നെ കേസ് നമ്മുടെ ഇപ്പുറത്തെ ഒരു റൂമുണ്ട് കേസ്, അത് തുറക്കണമെന്ന് ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നു. തുറക്കാൻ പറ്റുമായിരിക്കും. ഓക്കെ, നമുക്കിങ്ങോട്ട് പോകാം. ഇതിനകത്ത് സാധനമൊന്നും ഇല്ലല്ലോ. കോളയുടെ വില കുറവാണ്, ഒരു $14 കിടക്കട്ടെ. ഓയിൽ വന്നാൽ നമുക്കിതെടുത്ത് അങ്ങോട്ട് വെക്കാം. ഓക്കെ, ഓയിലില്ലെന്ന് കുറേ പേര് പറഞ്ഞപ്പോൾ ഓയിൽ കൊണ്ട് വെച്ചേക്കാം. ഈ സൈഡിലും കൂടെ വെച്ചേക്കാം. ഓക്കെ, ഇത് കൊണ്ട് കളഞ്ഞേക്കാം. ഓക്കെ, എന്തേ അവസാനിച്ചു. ടാക്സ് പോയി, $57 ടാക്സ് പോയി. ഇമാതിരി ടാക്സ് മേടിക്കുന്നവരാ കട. $57 ടാക്സ്. ഒന്നാമതെ പൈസ ഇല്ല അവിടെ. നമ്മുടെ കടയിൽ സാധനം പോലും ഇല്ല, എന്നാലും പൈസ ഉണ്ടായിക്കൊണ്ട്. ഇത് സോൾട്ട് വേണമെന്ന് കുറേ ആൾക്കാർ കടയിൽ വന്ന് പറയുന്നുണ്ട്. അപ്പോൾ സോൾട്ട് നമ്മൾ കടയിൽ വെച്ചിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാണ് നമ്മളെ കടയിൽ വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വില ഒന്നും എഴുതിയിട്ടില്ല. നമുക്ക് ഓടിച്ചെന്ന് അതിൻ്റെ വില അങ്ങ് എഴുതിയേക്കാം. നമുക്കിതിന് ഒരു $5 കിടക്കട്ടെ, $5. ഓക്കെ, ആ പുള്ളി വീണ്ടും വന്നിട്ടുണ്ട്. പുള്ളിക്ക് ഇനി എടുത്തു കൊടുക്കണം. ബ്രോയുടെ സാധനം ഇപ്പം തന്നേക്കാം. ഓക്കെ, ഇതിനകത്തൊന്നും കളയാനില്ലല്ലോ, മറന്നുപോയി. ഓക്കെ. കടയിൽ മറ്റേ ഗാർബേജ് എല്ലാം കൂടെ കഴിഞ്ഞ എപ്പിസോഡിലെ ഗാർബേജ് ഉണ്ടായിരുന്നു. ഓക്കെ, നമുക്കിത് ഇവിടെ കളഞ്ഞേക്കാം. പോട്ടെ, ഇതന്നെ പോവാത്തത്. പോവും. ഓക്കെ, നമുക്ക് ഈ ഗാർബേജ് എല്ലാം കൂടെ എടുത്താൽ കളയാം. കളയാൻ പറ്റും, കളയാം. ഓക്കെ, നമ്മുടെ ചാനലെല്ലാം മറക്കാവുന്ന സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. ഓക്കെ, നമുക്കിതെല്ലാം എടുത്തങ്ങോട്ട് കളയാം. ഡേർട്ടിയോ? അപ്പോൾ അവൻ പറഞ്ഞിട്ട് പോയതുണ്ടോ നമ്മുടെ കട ഫുള്ള് ഡേർട്ടിയാണ്. ബ്രോ, ഇനി ഒരു സാധനം കൂടെ ഉള്ളൂ, അതുകൂടെ എടുത്ത് കളഞ്ഞാൽ പിന്നെ കട ഫുൾ ക്ലീനാണ്. നീയൊക്കെ ഇടുന്ന ഗാർബേജായത്, ഞാൻ ഇടുന്നൊന്നുമല്ല. തന്നെ കിട്ടിയിട്ട് അവൻ ഡേർട്ടിയാണ്. അവൻ കണ്ടു കഴിഞ്ഞാൽ കടയൊക്കെ പോലും കയറത്തില്ല. അവനൊന്നും വിളിക്കുന്നില്ല. നമുക്കിതെന്തായാലും ഈ ജ്യൂസ് ഇങ്ങോട്ട് എടുത്ത് വെച്ചേക്കാം. ഇത് നമ്മൾ ആദ്യമായിട്ടാണ് ഈ കട വെക്കുന്നത്. $8. ഓക്കെ, താഴോട്ടും കൂടെ വെച്ചേക്കാം, ഇരിക്കട്ടെ. ഓക്കെ, തീർന്നു, സീനില്ല. ഇങ്ങോട്ട് വെച്ചേക്കാം. കളഞ്ഞിട്ടുണ്ട്. SAB സൂപ്പർ മാർക്കറ്റ്, വലിയൊരു സൂപ്പർ മാർക്കറ്റ് എവിടെ വരാൻ പോകുന്നത് നമുക്കറിയാമല്ലോ. ഓക്കെ, ഇനി ഇതുകൂടെ വെക്കണം. ഇതുകൂടി ഇരിക്കട്ടെ.
ഇത്രയും വെച്ചാൽ പോരെ? ഇത്രേ ഉള്ളല്ലോ. ഞാൻ ഇത് നേരത്തെ വെച്ചായിരുന്നു നേരത്തെ ഇരുന്നോ. നമുക്കെന്തായാലും ഇപ്പുറത്തെ മറ്റേ ഇതുകൂടെ തുറക്കണം. ഉടനെ തുറക്കും ഗൈസ്. അതെങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടി ഇതുവരെ. അറിയെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. അല്ല നമ്മളിപ്പോൾ തന്നെ തുറക്കും. ട്രിക്കൊക്കെ നമുക്കും അറിയാം. ഓക്കെ, നമ്മുടെ കട ഇപ്പോൾ സാധനമില്ല ഗൈസ്. $2000 അടിച്ച്. അത് വേറെ കാര്യം. $2000 അടിച്ചു. പക്ഷേ കടയിലൊന്നുമില്ല സാധനം. ഫ്രിഡ്ജിൽ മാത്രമേ ഉള്ളൂ സാധനം. ഇതൊക്കെ എടുത്താൽ കളയാം. ഗാർബേജ് ക്ലീൻ ആക്കാം. ഓക്കെ, ക്ലീൻ. ഗാർബേജ് കളയുന്നു. ഐറ്റം റീസൈക്കിൾഡ്. ഒന്നുകൂടെ ഇതുകൂടെ എടുത്തേക്കാം. ഇപ്പോൾ ഫുള്ള് പോയിട്ടുണ്ട്. ഇനിയും ആരെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അവനെയൊക്കെ വെട്ടി കീറുക. ഇപ്പോൾ ഇനി ഒന്നുമില്ല, എല്ലാം ക്ലീനാണ്. എടാ അവനല്ലേ മറ്റവൻ? അവനല്ലെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്കെല്ലാം ഒന്ന് ഓർഡർ ചെയ്താലോ? നമുക്ക് എല്ലാം ഒന്ന് വെച്ചങ്ങ് ഓർഡർ ചെയ്യാം. നമ്മുടെ പൈസ ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാം ഒന്ന് വെച്ചങ്ങ് കിടക്കട്ടെ. എല്ലാം ഓരോന്ന് വെച്ച് നമുക്ക് ഓർഡർ ചെയ്യാം. ഓക്കെ, ഇവിടം വരെ നമ്മൾ എടുത്തിട്ടുള്ളൂ. നമ്മൾ അടുത്ത ലൈസൻസും കൂടെ ഈ വീഡിയോയിൽ എടുക്കാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, ആ ദിവസവും തീരുന്നു. $46 ലോസ്. വീണ്ടും ലോസ്. ഇന്നലെ 57 ആയിരുന്നു, ഇന്ന് 46. ഓക്കെ, ആ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഫർണിച്ചറിനകത്ത് കുറച്ച് ഓർഡർ ചെയ്യാനുണ്ട്. നമുക്ക് ഫ്രിഡ്ജ് ഓർഡർ ചെയ്യണം. ഓക്കെ, ഒരു വലിയ ഫ്രിഡ്ജ് കൂടെ അങ്ങ് ഓർഡർ ചെയ്താൽ തൽക്കാലത്തേക്ക് ഇതങ്ങ് ഓർഡർ ചെയ്യാം. നമ്മളതും ഓർഡർ ചെയ്ത് ഒരു ഫ്രിഡ്ജും ഒരു കുഞ്ഞ് ഷെൽഫ് കൂടെ ഓർഡർ ചെയ്യാം. പൈസ പോട്ടെ, പവർ വരട്ടെ. ഏതാ മൂഡ്? അംബാനി വൈബ്. അംബാനി വൈബ്. ഓക്കെ, അതങ്ങ് ഓർഡർ ചെയ്തു. നമ്മൾ $2000 ഇപ്പോൾ ഉള്ളതായിരുന്നു. $10300 ഇതിനു വേണ്ടി തന്നെ കളഞ്ഞു. $10400 $1400 നമ്മളിപ്പോൾ തന്നെ കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ ലൈസൻസും കൂടെ അങ്ങ് എടുത്തേക്കാം. ചുമ്മാ എന്തിനാ, പൈസ കിടക്കുമല്ലേ പവർ. ലൈസൻസും എടുത്ത് സീൻ. ഇനിയും തെണ്ടണ്ട വരും, എന്നാലും സീനില്ല. $200 ഉള്ളൂ കയ്യിൽ. ഈ ലൈസൻസ് എല്ലാം നമ്മൾ എടുക്കുന്നതായിരിക്കും. ഒരു 1000 വരെ മിനിമം നോക്കാം. അപ്പുറത്തോട്ട് 7000-ൻ്റെ കിടക്കുന്നു. അതൊക്കെ എങ്ങനെ എടുക്കാനാണോ എന്ത്. ഈ കട അങ്ങോട്ട് നമുക്ക് ലെവൽ കൂട്ടാൻ പറ്റുമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അറിഞ്ഞു. അപ്പോൾ അത് നമുക്ക് ഇന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഗൈസ്, ഇവിടെ കണ്ടോ സ്പീഡ് ഡെലിവറി ആക്കാൻ പറ്റുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഡെലിവറി വേണമെങ്കിൽ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ അവിടുത്തെ ഒരു എനർജി എന്ന് പറഞ്ഞ സാധനം പോകും. അപ്പോൾ ഇവിടെ നമ്മളെല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി അപ്ലൈ ചെയ്യാൻ നമ്മുടെ പൈസ ഇല്ല, ആ സീനില്ല. ഇടയ്ക്ക് വന്ന് ഇവിടെ തോണ്ടുമ്പോൾ ഒരു സുഖമുണ്ട്. അതൊരു നല്ല സുഖമാണ്. ഗ്രോത്ത് ഗൈസ്, ഇവിടെ $900 സാധനം കിടക്കുന്നു. അപ്പോൾ അത് ഞെക്കിക്കഴിഞ്ഞാൽ കട ഇനിയും കൂടുതൽ വലുതാവും. അപ്പോൾ ഈ സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റോറേജ് വലുതാവും. ഗൈസ്, അപ്പോൾ ഈ സാധനമാണ് അത്. നമ്മുടെ മറ്റേ അപ്പുറത്തെ സ്റ്റോറേജ് റൂം തുറക്കണമെങ്കിൽ ഈ സാധനം മേടിക്കണം. $1000. ഈ $800 കൂടെ വാങ്ങണം. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളെല്ലാം കൊണ്ട് ഇവിടെ നിരത്തി വെക്കാം. ഒന്നും നോക്കുന്നില്ല, ലാവിഷാക്കാം. നിരത്തുന്നു. അപ്പോൾ നമുക്കിതെല്ലാം അങ്ങോട്ട് നിരത്തി വെക്കാം. പയ്യെ അങ്ങോട്ട് നിരത്തി വെക്കാം. വെള്ളം ഇതിനകത്ത് ഇരിക്കട്ടെ. അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇതിനകത്ത് നമുക്ക് നിരത്തി വെക്കാം. എല്ലാ സാധനങ്ങളും നമ്മൾ ഇതിനകത്ത് വെക്കുന്നു. എല്ലാം മേടിക്കുക. എനിക്ക് $10,000 ഇപ്പോൾ വേണം. എനിക്ക് സ്റ്റോറേജൊക്കെ വേണം. നിങ്ങളും മേടിക്കുക. എല്ലാവരും അടിച്ച് കയറ്. നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഒന്ന് അടിച്ച് കയറ്. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനലിൻ്റെ വ്യൂസൊക്കെ എന്ത് കുറവാണ്. ഇവിടെ മുട്ട നമ്മൾ ഒരു പാക്കറ്റ് മേടിച്ചാൽ അത് ഒരു 3-4 പ്രാവശ്യം യൂസ് ചെയ്യാനുള്ള മുട്ട വരും. ഇഷ്ടം പോലെ മുട്ടയാണ്. അപ്പോൾ നമ്മളിനി ഒരു മുട്ടയും കൂടെ വരുത്തിയിട്ട് ബ്രെഡുണ്ട്. ഈ ബ്രെഡ് കൊണ്ടങ്ങോട്ട് വെച്ചേക്കാം. ബ്രെഡിനൊക്കെ ഡിമാൻഡുള്ള സാധനമാണ്. ഓക്കെ, കട ഫുള്ള് നിരത്തിയേക്കാം. ഓക്കെ, തീർന്നു. ആ സൈഡിലോട്ട് എടുത്ത് വെച്ചേക്കാം. പൊട്ടു. ഓക്കെ, അതെ ഇവിടെ എഗ്ഗ് വന്നിട്ടുണ്ട്.
കുറേ സാധനം വന്നിട്ടുണ്ട്. ഇതിനൊന്നും പേരറിയത്തില്ല. അതിൻ്റെയൊക്കെ പേര് വേറെ വല്ലതും വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയും. അറിയാവുന്നതുകൊണ്ട് ഞാൻ മിണ്ടായിരിക്കുന്നു. ഓക്കെ, നമുക്ക് ഈ സാധനം കൂടെ അങ്ങോട്ട് നിറച്ചേക്കാം. ഓക്കെ, അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ നിറച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്കും സന്തോഷം, നിങ്ങൾക്കും സന്തോഷം. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളും കൂടെ എല്ലാം ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ഇതെല്ലാം ബാക്കി ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഗൈസ്, നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മുടെ കടക്കകത്ത് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഗൈസ്, ഇത് കണ്ടോ ഗൈസ്? നമ്മുടെ കടക്കകത്ത് ചെയ്ത കാര്യങ്ങളാണ് ഇതെല്ലാം. നിങ്ങൾ കണ്ടല്ലോ. ഇവിടെ നമ്മൾ ഒരു വലിയ ഫ്രിഡ്ജ് നമ്മൾ ഓർഡർ ചെയ്ത് വെച്ചു. പിന്നെ ഷെൽഫ് വെച്ചു. വീണ്ടും ഒരു ഷെൽഫ് കൂടെ ഓർഡർ ചെയ്ത് അതും വെച്ച് ഫുള്ള് സെറ്റപ്പ്. ഇനി ആ സ്റ്റോറേജ് പറഞ്ഞിട്ട് വേണം ഈ സാധനങ്ങളെല്ലാം അതിനകത്ത് വെക്കാൻ. ഈ കട തുറന്നു കഴിഞ്ഞാൽ പൂരമായിരിക്കും മക്കളെ. ഫുള്ള് സാധനം നമ്മൾ ഈ കടക്കകത്ത് നിറച്ചിട്ടുണ്ട്. ഈ സാധനങ്ങളൊന്നുമില്ല നിറയ്ക്കാൻ. നമ്മൾ ലൈസൻസ് എടുത്തിട്ടുള്ള സാധനങ്ങളെല്ലാം നിറച്ചു. ഇപ്പം ഇനിയാണ് നമുക്ക് സ്റ്റോറേജ് തുറക്കേണ്ടത്. ഇപ്പം നമ്മൾ $2000 ഉണ്ട്. ഈ $2000 നമ്മൾ ഫുള്ള് കടയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. ഈ കട നമുക്ക് വലുതാക്കണം, സ്റ്റോറേജ് എടുക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യണം. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.